2026 ആരധികാരത്തിൽ വരും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ തർക്കമൊന്നുമില്ല. ഇന്നത്തെ നിലയിലനുസരിച്ച് UDF ആണ്. BJP ചില സീറ്റുകൾ പിടിക്കും. അതേസമയം BJPയും UDFും കൂടി നല്ലൊരു അന്തർധാര ഉണ്ടാക്കിയാൽ CPMന്റെ വാട്ടർലൂ ആവും വളരെ വലിയ തോതിൽ. അത് കെ മുരളീധരനൊക്കെ ഉള്ളത് കൊണ്ട് കെ മുരളീധരനും മറ്റു ടീമൊക്കെ ഉള്ള കെ സുധാകരൻ ഒരുപാട് പേരുണ്ടല്ലോ. തീർച്ചയായിട്ടും BJPയുമായിട്ടൊരു അന്തർധാര ഉണ്ടാക്കാൻ പറ്റിയ ആളുകൾ, AK ആന്റണി അടക്കമുള്ള ആളുകളുണ്ട്. അവരെല്ലാം BJP ആയിട്ട് അന്തർധാര ഉണ്ടാക്കാൻ പറ്റുന്നവരാണ്. അങ്ങനെ BJPയും കോൺഗ്രസും കൂടെ അന്തർധാര ഉണ്ടായാൽ തീർച്ചയായിട്ടും CPMന് വലിയ പണിയായിരിക്കും കിട്ടുക. 90-95 സീറ്റ് വരെ ചിലപ്പോൾ കോൺഗ്രസിന് കിട്ടാം. ബാക്കി കുറച്ച് സീറ്റ് 4-5-10 സീറ്റിനകത്ത് BJPക്കും കിട്ടാം. വളരെ കുറച്ച് സീറ്റായിരിക്കും CPMന് കിട്ടുക. ഞാൻ അത് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. 2026 ആര് വരുമെന്നുള്ളത് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. കേരള രാഷ്ട്രീയം ഇനി എങ്ങോട്ട് തിരിയും എന്നുള്ളതാണ് ഈ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികമാണ് വരാൻ പോകുന്നത് 2036. 1936 പാറപ്പുറത്തെ പിണറായിയിലെ പാറപ്പുറത്ത് വെച്ച് പാർട്ടിയുടെ ആദ്യ സമ്മേളനമൊക്കെ ചേരുന്നത്. അതേ പിണറായിയുടെ പേരിലുള്ള പിണറായി വിജയന്റെ ഭരണത്തോടുകൂടി CPMന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി ഒരുപക്ഷെ പിണറായി വിജയൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമോ എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഭാവിയാണ്. ജോത്സ്യനെ പോലെ പ്രവചിക്കാനൊന്നും ഞാൻ ആളല്ല. ഞാൻ കൈനോട്ടക്കാരനും ജോത്സ്യം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രവചിക്കുന്നില്ല. പ്രവചനത്തിൽ അങ്ങനെ വലിയ പ്രവചനത്തിന് സ്കോപ്പുള്ളതല്ല. വല്ലാതെ പ്രവചിക്കുന്നത് ശരിയുമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രവചനമില്ല. പക്ഷേ രാഷ്ട്രീയം നീങ്ങുന്നത് അങ്ങോട്ടാണ്. 74 വർഷം 75 വർഷമാണ് സോവിയറ്റ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് അത് മറ്റൊരു തരത്തിലേക്കുള്ള വേറൊരു കോർപ്പറേറ്റ് പാർട്ടിയായി മാറിയെന്നുകൊണ്ടാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, ആദർശശുദ്ധിയുള്ള ആദർശത്തോട് പോരാടുന്ന ഒരു വിഭാഗം പാർട്ടിക്കകത്ത് ആവശ്യമുണ്ട്. അത് കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ, ചെറുപ്പക്കാരും ആളുകളൊക്കെ പാർട്ടിയിൽ ആകർഷിക്കപ്പെടും. പിന്നെ പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പണമൊക്കെ ഉണ്ടാക്കുന്ന, അത് അഴിമതിയല്ല ഞാൻ ഈ പറയുന്നത്, സമ്പത്തൊക്കെ ഉണ്ടാക്കി പാർട്ടിക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പാർട്ടി ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കി ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് നിലനിർത്തി കൊണ്ടുപോകുന്ന വിഭാഗവും ആവശ്യമുണ്ട്. ഇത് 2 വിഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റൂ. പക്ഷെ കോൺഗ്രസിന് അതിന്റെ ആവശ്യമില്ല. കോൺഗ്രസിന് BJPക്ക് അതിന്റെ ആവശ്യമില്ല. കോൺഗ്രസ് എപ്പോഴും ഒരു ജനാധിപത്യ ആൾക്കൂട്ടമാണെന്ന് പറയാം. അല്ലാതെ ഒരു കേഡർ പാർട്ടി അല്ല. അവർ ഒരു സെമി കേഡറൊക്കെ ആക്കാൻ കെ സുധാകരനൊക്കെ പരീക്ഷിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല. കേരളത്തിൽ നടക്കത്തില്ല, ഇന്ത്യയിൽ നടക്കത്തില്ല. ഒരു കേഡർ സ്വഭാവത്തിലേക്ക് പോകാൻ കോൺഗ്രസിന് കഴിയില്ല. ആവശ്യമുള്ള ജനാധിപത്യം അനുവദിച്ചു കൊടുത്തുകൊണ്ട്, ആർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട്, എല്ലാ ജാതി മത വിഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജനാധിപത്യ കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് കോൺഗ്രസിനെ, ഒരു കളക്റ്റീവ്നെസ്, ഒരു ഡെമോക്രാറ്റിക് കളക്റ്റീവ്നെസ് എന്നാണ് കോൺഗ്രസിനെ പറയേണ്ടത്. അല്ലാതെ ഒരു പാർട്ടിയൊന്നും അല്ലാതെ. പിന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് CPI ആയാലും CPM ആയാലും അത് കേഡർ പാർട്ടിയാണ്. അതിനകത്ത് ആദർശം പറയുന്ന, ഐഡിയോളജിയിൽ നിൽക്കുന്ന ഒരുപാട് ആൾ, പ്രത്യേകിച്ച് മാർക്സിസം ലെനിനിസത്തിന്റെ ഐഡിയോളജി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്. പിന്നെ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് പോകുന്ന ആളുകളുടെ ആവശ്യം. ഇത് 2 ബാലൻസ് ചെയ്ത് പോകണം. പലപ്പോഴും അച്യുതാനന്ദന്റെ കാലം, അച്യുതാനന്ദൻ ഇപ്പം മരിക്കുന്ന കാലമല്ല, അച്യുതാനന്ദന്റെ സജീവ എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം മുമ്പ്, അല്ലെ ഒരു 15-20 വർഷം മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ 2000 വരെ എടുക്കാം നമുക്ക്. ഒരു 2000 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും CPMനകത്തും 2 വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. പെരപ്പംകോട് മുരളിയെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ PK ഗുരുദാസിനെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ പാലോളി മുഹമ്മദ് കുട്ടിയെപ്പോലുള്ള ആളുകൾ. തോമസ് ഐസക്കൊക്കെ ആ ഭാഗത്താണ് നിന്നത്. തോമസ് ഐസക്ക്, CP നാരായണൻ തുടങ്ങിയിട്ടുള്ള ആളുകളിൽ അവിടെ നിന്നത്. MA ബേബി അടക്കം എല്ലാവരും, ഒരു M വിജയകുമാർ, എല്ലാവരും അവിടെ നിന്നത്. അച്യുതാനന്ദന്റെ കൂടെ നിന്നവരാണ് കൂടുതൽ ആളുകൾ. CI2കാർ KN രവീന്ദ്രനാഥിനെ പോലെയുള്ള, E ബാലാനന്ദനെ പോലുള്ള CI2വിന്റെ കുറെ നേതാക്കൾ ഒഴിച്ച്, O ഭരതനൊക്കെ പോലുള്ള CI2വിന്റെ നേതാക്കൾ ഒഴിച്ച് ബാക്കി ശിവദാസ മേനോൻ വരെ നിന്നത് അപ്പുറത്താണ്. അവരെല്ലാവരും ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തിലാണ് നിന്നത്. അതിൻ്റെതായ ഒരു മെച്ചമുണ്ടായിരുന്നു. ദശാമാനിൽ സ്ഥിരമായിട്ട് ആദർശ ലേഖനങ്ങൾ വരുമായിരുന്നു, സ്ട്രാറ്റജിക്കൽ ലേഖനങ്ങൾ വരും. അതൊക്കെ വായിച്ചു വലിയ ബഹുജന വിദ്യാഭ്യാസം നടക്കുമായിരുന്നു. ഐഡിയോളജിക്ക് വലിയ കാലം ഉണ്ടായിരുന്നു. അത് മതന്യൂനപക്ഷങ്ങളോടുള്ള കാഴ്ചപ്പാകട്ടെ, ഭൂരിപക്ഷ വർഗീയതയോടുള്ള കാഴ്ചപ്പാടാകട്ടെ, അഴിമതിയോടുള്ള കാഴ്ചപ്പാടാകട്ടെ, വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ തോമസ് ഐസക്കും അതുപോലെ CP നാരായണനും അതുപോലെ തന്നെ MB പരമേശ്വരനെ കുറിച്ചുള്ള എൻ്റെ ആക്ഷേപം, MB പരമേശ്വരൻ, അദ്ദേഹം 90 വയസ്സിൽ കൂടുതലുണ്ട്. അദ്ദേഹം വളരെ വന്ധ്യവയോധികനാണ്, ജീവിച്ചിരിക്കുന്നത്, എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്, എനിക്കും വലിയ റെസ്പെക്ട് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിനോടുള്ള എൻ്റെ അഭിപ്രായം പറയാതെ പോകാൻ പറ്റത്തില്ല. അദ്ദേഹം സോവിയറ്റ് റഷ്യയുടെ ഒരു ചാരപ്രവർത്തനത്തിൽ ഇടപെട്ടു എന്നുള്ള കേസ് വന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്നാണ് അറിയുന്നത്. അതിന് തെളിവ് നമുക്കൊന്നുമില്ല, അതുകൊണ്ട് ആക്ഷേപമില്ല. അദ്ദേഹം എന്തായാലും ആ സമയത്തൊരു ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളുടെ ചില പേപ്പറുകളൊക്കെ സോവിയറ്റ് റഷ്യക്ക് കൊടുത്തു എന്നും എന്നൊക്കെ, സോവിയറ്റ് റഷ്യയിലൊക്കെ പോയി പരിശീലനം കിട്ടിയിട്ടുള്ള ആളാണ്. കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള കേസ്. പക്ഷെ ഒരിക്കലും ഞാനത് അങ്ങനെ ആക്ഷേപമില്ല. അതുകൊണ്ട് ആരും ഇതിന്റെ പുറത്ത് ട്രോളണ്ട. ഞാൻ അത് ആക്ഷേപമായി വയ്ക്കുന്നില്ല.
ഇങ്ങനെ എനിക്കൊരു ആക്ഷേപമില്ല. പക്ഷെ കേട്ട് കേൾവിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ കേട്ടിട്ട് ഒരു കാര്യമാണ്, പഴയ കാലത്ത് കേട്ടൊരു കാര്യമാണ്. പക്ഷെ ആ എം പി പരമേശ്വരൻ അതെല്ലാം കഴിഞ്ഞ് 67 മറ്റോ EMS വന്ന് കാണുകയും അപ്പൊ EMS കണ്ടപ്പോൾ EMS ഒരു കാര്യം മനസ്സിലായി, 2 നമ്പൂതിരി ഇതിനകത്ത് വേണ്ട, കാരണം അത് പറ്റത്തില്ല. ദൈവവും ബുദ്ധിജീവിയാണ്, ഞാനും ബുദ്ധിജീവിയാണ്. അപ്പൊ 2 ബുദ്ധിജീവി എന്തായാലും ഒരു സോഡ കുപ്പിക്കകത്ത് 2 കച്ചി കിടക്കത്തില്ല. അപ്പൊ ഇദ്ദേഹത്തിനോട് പറഞ്ഞ് പാർട്ടിക്ക് വലിയ പരിപാടിയൊന്നും ആവശ്യമില്ല, താങ്കൾ പോയി ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ സഹായിച്ച് പുരോഗമന പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്ന ഒരു പാരലൽ യൂണിറ്റ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ എം പി പരമേശ്വരൻ പോയി നിൽക്കുകയും പിന്നെ എം പി പരമേശ്വരന്റെ അന്വേഷണം മുഴുവൻ മാർക്സിസ്റ്റ് ഐഡിയോളജിയെ തകർക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. തകർക്കുക എന്ന് പറഞ്ഞാൽ വേറെ വാക്കായിപ്പോ നിലവിലുള്ള മാർക്സിയൻ ചിന്താഗതിയെ പുനർനിർമ്മിക്കുക, മാർക്സിസ്റ്റ് പാർട്ടിയിൽ ജനാധിപത്യം കൊണ്ടുവരിക, അതിനുള്ള അന്വേഷണങ്ങളാണ് അദ്ദേഹം അയൽക്കൂട്ടമെന്നും ആൾക്കൂട്ടമെന്നും തറക്കൂട്ടമെന്നും ഗ്രാമസഭ എന്നൊക്കെ പറഞ്ഞ് വികേന്ദ്രീകൃത ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് ജനകീയാസൂത്രണം, സമ്പൂർണ്ണ സാക്ഷരത, ജനപങ്കാളിത്തം, സുതാര്യത എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അന്വേഷണം നടത്തി. അതിന്റെ പുസ്തകങ്ങൾ 4-ാം ലോകം 5-ാം ലോകം വലിയ ബഹളം ഉണ്ടാക്കി അവസാനം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട സ്ഥിതിയിലേക്ക് വന്നു. ആ പുറത്തു പോയതിൽ തോമസ് ഐസക് അടക്കം പോകേണ്ടിയിരുന്നതാണ്. പക്ഷേ അദ്ദേഹം പിൻവലിച്ചുകൊണ്ട് പാർട്ടിക്കകത്ത് തന്നെ നിന്നു. ആ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും എം പി പരമേശ്വരൻ ഇതെല്ലാം പറഞ്ഞു. അതിനകത്ത് ജനാധിപത്യവൽക്കരിക്കാൻ ഒരു ശ്രമം നടന്നു, പക്ഷെ അത് നടന്നില്ല. ആ ജനാധിപത്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി എം പി പരമേശ്വരനും തോമസ് ഐസക്കും CP നാരായണനും കൂടെ കേരളത്തിൽ വെച്ചൊരു രാഷ്ട്രീയമാണ്, ഞാൻ പക്ക രാഷ്ട്രീയമാണ് പറയുന്നത്, രാഷ്ട്രീയമാണ്, വികസനമാണ് ഇനി വേണ്ടത്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷം പോലുമില്ല, ഭരണകക്ഷിയാണ്, എല്ലാവരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോട്ടൊക്കെ വന്ന് പ്രതിപക്ഷമില്ല, പ്രതിപക്ഷ നേതാവുമില്ല. പഞ്ചായത്ത് രാജ് ആക്ടിൽ പ്രതിപക്ഷ നേതാവില്ല, ശ്രദ്ധിച്ചു പോകണം. പ്രതിപക്ഷ നേതാവ് പോലും ഇല്ല പഞ്ചായത്ത് രാജ് ആക്ടിൽ, അത് ഭരണകക്ഷിയെ ഉള്ളൂ എന്നുള്ള നിലയിൽ പഞ്ചായത്തിൽ വികസനമാണ് വേണ്ടതെന്ന് പറഞ്ഞ് ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ വലിയ പ്രചാരണം നടത്തി. ഇനി വികസന മാതൃകകൾ ഉണ്ടാക്കലാണ് വേണ്ടത്. ആദർശം പോയി. അപ്പൊ ഐഡിയോളജി പാർട്ടിയിൽ നിന്ന് പോയി, വികസനമാണ് വേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാട് വളർന്നു വന്നു. ഐഡിയോളജിയുള്ള ജനറേഷൻ എല്ലാം താഴേക്ക് പോയി. പുതുതായിട്ട് വന്നവർ, അത് കുടുംബശ്രീ ആകട്ടെ, തൊഴിലുറപ്പാകട്ടെ, ആശാ വർക്കേഴ്സ് ആകട്ടെ, അല്ലെങ്കിൽ പിന്നെ പുതുതായി വന്നിട്ടുള്ള അംഗനവാടി ആകട്ടെ, ആരും ആയിക്കോട്ടെ, പുതുതായി വന്നവരെ യുവാക്കളെ ഒന്നും ഈ ആദർശ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടി വന്നില്ല. എല്ലാവരെയും വികസന രാഷ്ട്രീയമാണ് പഠിപ്പിക്കേണ്ടി വന്നത്. അപ്പൊ വികസന രാഷ്ട്രീയം പഠിച്ച് വന്നപ്പോൾ ആദർശ രാഷ്ട്രീയം വിട്ടുവിട്ട് പോയപ്പോൾ CPM-നകത്തും ആദർശവാദികൾക്ക് ഒരു സീറ്റില്ലാതെ വരികയും പിന്നെ വന്നത് ഈ വികസനവാദികൾക്കാണ്. ഇത് വന്ന കഥയാണ്. ഇനി വരാൻ പോണ അപകടമാണ് ഞാൻ പറയാൻ. അതിനാണ് ഈ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്. വരാൻ പോണ അപകടം, ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പറ്റിയതുപോലുള്ള അപകടം കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു 10 വർഷത്തിനകത്ത് അപകടം സംഭവിക്കും. 2036, അതായത് 100 വർഷമാവും മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ട് 36 ഉണ്ടായതിനു ശേഷം 100 വർഷമാകും. ഈ 100 വർഷമാകുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ആദർശത്തിൽ അധിഷ്ഠിതമായ പട്ടിണി കിടക്കണമെന്ന് പറയുന്ന ആദർശത്തിൽ അധിഷ്ഠിതമായ വളർന്നു വന്ന പഴയ ജനറേഷന്റെ കാലം കഴിയും. മരിച്ചുകൊണ്ടും കഴിയും, അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് പാർട്ടിക്കകത്ത് വലിയ വോയിസ് ഉണ്ടാവില്ല. പിന്നെ കടന്നു വന്ന ആളുകളെല്ലാം പാർലമെന്ററി മോഹത്തോടുകൂടി കടന്നു വന്നവരും നിൽക്കുന്നവരാണ്. ഇപ്പൊ ആരെടുത്താലും, നമുക്ക് സ്വരാജ് എടുത്താലും റഹീം എടുത്താലും ആരെ എടുത്തോളൂ, നിങ്ങൾ ആരെ എടുത്താലും എല്ലാം പാർലമെന്ററി വ്യാമോഹത്തിൽ അടിച്ചിടിച്ച് നിൽക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്നവർ ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരല്ല. അങ്ങനെ വരുമ്പോൾ അതിനാവശ്യമായ പണം വേണം. ഇപ്പൊ പണം മൊബിലൈസ് വന്നിരിക്കുന്നത് പിണറായി വിജയനാണ്. അത് ഇനി അദ്ദേഹത്തിന്റെ ആരോഗ്യ കാരണങ്ങളാൽ ഇനി തോറ്റുപോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാതിരിക്കുകയും അദ്ദേഹം പിന്നെ പണം കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ, ആരോഗ്യം കൂടെ കഴിഞ്ഞാൽ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കാലം കൂടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പാർട്ടിക്ക് ആരാണ് പണം കൊണ്ടുവരിക? അങ്ങനെ പണവും അധികാരവും കൊണ്ടുവരാതിരുന്നാൽ ഇത് കോർപ്പറേറ്റ് ലൈനിൽ നിൽക്കുന്ന ഒരു പാർട്ടി, യാദൃശ കാര്യങ്ങൾ കളഞ്ഞ പാർട്ടിക്ക് വലുതായിട്ട് നിൽക്കാൻ കഴിയില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്, സെക്കൻഡ് ജനറേഷൻ നേതാക്കളെ, അതായത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലൈനിൽ ചിന്തിക്കുന്ന നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ കണ്ണൂരിന്നും ആവട്ടെ കേരളത്തിലാവട്ടെ വളർത്തിക്കൊണ്ടുവരാൻ CPM-ന് കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ 2 പ്രശ്നങ്ങളിൽ, ഒന്ന് ആദർശാധിഷ്ഠിത മാർക്സിയൻ ലെനിനിസ്റ്റ് ചിന്താഗതിയിൽ വളർന്നു വരുന്ന ഒരു തലമുറ വളർത്തിയെടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. രണ്ടാമത്, വികസനത്തെ കൊണ്ട് ഫിറ്റ് ചെയ്തപ്പോൾ ആരാണോ കൂടുതൽ വികസനം നടത്തുന്നത് അവരുടെ പിറകിൽ ആളുകൾ പോകും. കൂടുതൽ വികസനം നടത്തുന്നവരിൽ വർഗീയത ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവർ ബീഫിനെ എതിർക്കുന്നവരാണെന്നോ എന്തൊക്കെ ന്യായം പറഞ്ഞാലും BJP ആണ് കൂടുതൽ വികസനം കൊണ്ടുവരുന്നെങ്കിൽ അവരെ പിറകെയും ആളുകൾ പോകും. അപ്പോൾ ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ വെള്ളം ചേർത്തതും വികസനാധിഷ്ഠിത രാഷ്ട്രീയമാണ് ഇനി വേണം എന്ന് പറഞ്ഞതും ആ പാർട്ടികളിലോട്ട് വന്ന ആളുകളെ ഒന്നും ആദർശവും ഐഡിയോളജിക്കലായിട്ടുള്ള തത്വശാസ്ത്രപരമായ രാഷ്ട്രീയം പഠിപ്പിക്കാതെ, ഇടതുപക്ഷ രാഷ്ട്രീയം പഠിപ്പിക്കാതെ, അത് CPI-ലും ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. CPI-ൽ ആൾ കുറവായതുകൊണ്ട് അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇതൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാവി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭാവി വളരെ ഗുരുതരമായിരിക്കും. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും, ആശയ പ്രതിസന്ധി ഉണ്ടാവും, തത്വശാസ്ത്രത്തിന്റെ പ്രതിസന്ധി ഉണ്ടാവും. ആ ഗ്യാപ്പ് മുതലാക്കുന്നത് കോൺഗ്രസും BJP-യും തന്നെയായിരിക്കും.